പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അഹ്റാസ് ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ വീഡിയോയിൽ കാണുന്നത് പോലത്തെ പോസ്റ്റർ എങ്ങനെ പിക്സൽ ലാബിൽ നിർമ്മിക്കാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ പിക്സൽ ലാബ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കളർ കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ അത് ഗാലറിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഫയൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യമായ ബാക്ക്ഗ്രൗണ്ട് ഗാലറിയിൽ നിന്നും ക്ലിക്ക് ചെയ്ത് കൊണ്ടുവരിക. ഇതിനെ റൊട്ടേറ്റ് ചെയ്തു കറക്റ്റ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളിതിനെ സൈസിനനുസരിച്ചിട്ട് വലുതാക്കി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതിനെ അതിൻ്റെ പൊസിഷൻ കറക്റ്റ് ചെയ്ത് കൊടുത്തു. നമുക്ക് ഇത്ര ഒപ്പാസിറ്റി ഇതിന് ആവശ്യമില്ല. നമ്മളിതിൻ്റെ ഷാഡോ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. നമ്മളിതിൻ്റെ ബ്രൈറ്റ്നെസ് കുറച്ചു, ഇതിൻ്റെ ഒപ്പാസിറ്റി കുറച്ചു. നമുക്ക് 20 മതി. ഓക്കെ, എന്നിട്ട് നമ്മൾ ലോക്ക് ചെയ്തു. ലോക്ക് ചെയ്താൽ നമുക്ക് ഇനി മറ്റ് കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ എളുപ്പമാകും. അല്ലെങ്കിൽ ഇതിന്മേൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഇത് സെലക്ട് ആവുന്നതാണ്. ലോക്ക് ചെയ്തത് കൊണ്ട് ഇത് സെലക്ട് ആവുകയില്ല. ഇനി നമുക്ക് ആവശ്യം ഇതിലേക്ക് നമ്മുടെ പരിപാടി നടത്തുന്ന നമ്മളൊരു മോട്ടിവേഷൻ പോസ്റ്ററാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് പരിപാടി നടത്തുന്ന ആളുടെ ചിത്രം ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പം നമുക്കതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഗാലറിയിൽ പോയിട്ട് നമ്മൾ ആളെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ആവശ്യമായ ഭാഗം ക്രോപ്പ് ചെയ്യുക. ഞാനിപ്പോൾ ക്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ചിത്രത്തിൽ കാണുന്നത് പോലെ ആളെ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ വെക്കണമെങ്കിൽ അത് നമ്മളിങ്ങനെ ക്രോപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മളിതിന് സെൻറ്ററിൽ കൊണ്ടുപോയി വെക്കുക. ഇതിൻ്റെ സൈസ് നമുക്കൊരു 70 കൊടുക്കുക. എന്നിട്ട് പൊസിഷൻ കറക്റ്റാക്കിയതിന് ശേഷം നമ്മൾ ഇവിടെ പോവുക. എന്നിട്ട് റൗണ്ട് എടുക്കുക. ഇതിൻ്റെ കളർ നമ്മളൊരു ബ്ലൂ ആണ് കൊടുക്കുന്നത്. ഇതിനെ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം റിലേറ്റീവ് പൊസിഷൻ പോയിട്ട് നേരത്തെ ഈ ചിത്രത്തിൻ്റെ അതേ സൈസ് തന്നെ നമ്മൾ ഇതിന് കൊടുക്കുക. ഇവിടെ ഇതിൻ്റെ സൈസ് 70ഉം 52 അതുപോലെ ഇതിൻ്റെ സൈസും 70ഉം 52 തന്നെ കൊടുക്കുക. എന്നിട്ട് ശേഷം ഈ ഷേപ്പിനെ നമ്മൾ ഇതിൻ്റെ ബാക്കിലേക്ക് കൊടുക്കുക. ടു ബാക്ക് എന്നത് ക്ലിക്ക് ചെയ്യുക. അത് ബാക്കിലായിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മളെ ഇതിൻ്റെ ബാക്കിലായിട്ടുണ്ട്. അതിനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക. ഓക്കെ, ഇത് തൊട്ട ബാക്കിലായിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നമ്മൾ സെൻറ്ററിലേക്ക് അലൈൻ ചെയ്ത് വെക്കുക. ഇപ്പോൾ എങ്ങനെയുണ്ട്? ആ ഫ്രെയിമിൻ്റെ ഉള്ളിലുള്ളതുപോലെ നമുക്ക് തോന്നുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇയാളെ തലൻ്റെ ബാക്കി കൊണ്ടുവരണ്ടേ. ഇതിൻ്റെ ബാക്കി നമ്മൾ കൊണ്ടുവരാൻ ആളെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. എന്നിട്ട് കോപ്പി എടുക്കുക. കോപ്പി എടുത്തിട്ട് ക്രോപ്പ് ചെയ്യേണ്ടടുത്ത് മേലോട്ട് വെച്ചിട്ട് ഇങ്ങനെ ക്രോപ്പ് ചെയ്യുക. അതിന് ശേഷം നമ്മളിതിങ്ങനെ കൊണ്ടുവെക്കുക. ഇത് കൃത്യമായിട്ട് ഇവിടെ വെച്ച് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ആർക്കും കണ്ടാൽ തോന്നില്ല ഇയാൾ തല വെട്ടി കൊണ്ടുവന്ന് വെച്ചാണ്. അപ്പോൾ അതുപോലെ നമ്മളിവിടെ കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ചെയ്താൽ പോരാ. നമ്മളെ പോസ്റ്ററിൽ കാണുന്നത് പോലെ ഈ ഫ്രെയിമിൻ്റെ ചുറ്റും സ്ട്രോക്കും കൂടി കൊടുക്കണം. അപ്പോൾ നമ്മളിതിനെ ക്ലിക്ക് ചെയ്ത് സ്ട്രോക്ക് കൊടുത്താലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഈ സ്ട്രോക്ക് കളറാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് കൊടുത്തു. നമ്മളിതിനെ ക്ലിക്ക് ചെയ്താലും ഇതിൻ്റെ ഈ സൈഡിലുണ്ടല്ലേ കറക്റ്റ് റൗണ്ടല്ല വരുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്ട്രോക്ക് വേണ്ട. നമ്മളത് സെലക്ട് ചെയ്തതിന് ശേഷം ഈ സ്ട്രോക്ക് നമ്മൾ ഒഴിവാക്കി. എന്നാൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ റൗണ്ട് സെലക്ട് ചെയ്യുക. ഈ റൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ കോപ്പി എടുക്കുക. കോപ്പി എടുത്തിട്ട് അതിൻ്റെ സൈസ് കുറച്ചുകൂടി കൂട്ടുക.
സൈസ് ഒരു 77 കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളതിനെ സെൻറ്ററിൽ ചെയ്തതിന് ശേഷം അതിനെ പൊടിച്ചിട്ട് നമ്മുടെ ഷേപ്പിൻ്റെ അടിയിലേക്ക് വെക്കുക. ഓക്കെ, എന്നിട്ട് നമ്മളതിന് കളർ കൊടുക്കും. നമ്മളതിന് കൊടുക്കാൻ പോകുന്ന ഈ കളറാണ്. ഓക്കെ, അപ്പം അത് കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത്ര എളുപ്പത്തിലല്ലല്ലോ ഏതായാലും നമ്മൾ പോസ്റ്ററിൽ കൊടുക്കുക. പോസ്റ്ററിൽ കൊടുക്കാനുള്ള സൈസ് നമുക്കവിടെ സെറ്റ് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിതിങ്ങനെ കൊടുത്താൽ ഉണ്ടല്ലേ ഇതിങ്ങനെ ഓടിപ്പോരും, കാരണം നമ്മൾ ഫിക്സ് ആയിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ ലെയറിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴെ ഒരു ശരിയും കണ്ട ഐക്കണില്ലേ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മൾ ആവശ്യമായ ലെയറുകൾ, അതായത് ഈ ലെയറുകൾ സെലക്ട് ചെയ്ത് ഇതാണ് ഇത് മൊത്തത്തിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഒരുമിച്ച് കൂട്ടുകയാണത്. ഈ 4 ലെയറുകൾ നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ കണ്ടില്ലേ ഇതാണ് മെർജ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഇവിടെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഓക്കെ എന്ന് മെർജ് ചെയ്യാനുള്ള ഒരു കൺഫർമേഷൻ മെസ്സേജ് വരും. അത് ഓക്കെ ചെയ്ത് കൊടുത്താൽ ഇതുപോലെ ഒരൊറ്റ ലെയറായിട്ട് മാറുന്നത്. പിന്നെ നമുക്കതിൽ എഡിറ്റ് ചെയ്യാനൊന്നും സാധിക്കില്ല. നമുക്ക് വേണമെങ്കിൽ അത് അണ്ടു നോക്കിയിട്ട് വീണ്ടും എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഇതിനെ സെലക്ട് ചെയ്തതിന് ശേഷം മെർജ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒറ്റ ലെയറായി മാറും. അപ്പോൾ നമ്മൾ ഓക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിനെ നമ്മൾ കറക്റ്റ് അലൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗ്രിഡ് ഓൺ ആക്കിയിട്ട് കറക്റ്റ് സെൻറ്ററിൽ തന്നെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പോസ്റ്ററിൽ കാണുന്നത് പോലെ ഐക്കണുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. അലോ ഐക്കൺ ഫ്രം ഗാലറി പോവാം, നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിന് വലുപ്പത്തിനനുസരിച്ച് കൊടുക്കുക. പ്ലസ് ഫ്രം ഗാലറി പോവുക, അടുത്ത ഐക്കൺ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതും വെച്ച് കൊടുക്കുക. നമുക്ക് കോപ്പി എടുക്കുക. എന്നിട്ട് ലെയറിൻ്റെ ബാക്കിൽ കൊടുക്കണം. ഇപ്പോൾ നമ്മളിത് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബാക്ക് കൊണ്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒപ്പാസിറ്റിയും 50 കൊടുക്കുക. നമ്മളിത് കോപ്പി എടുക്കുക. എന്നിട്ട് കുറച്ച് വലുതാക്കുക. എന്നിട്ട് നമ്മളത് താഴെ കൊണ്ട് വെച്ചിട്ട് ഒരു ബാക്ക് തന്നെ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി 50 കൊടുക്കുക. ഒന്നുകൂടി ഒന്ന് മൂവ് ചെയ്യുന്നുണ്ട്. സൈസ് കുറച്ച് കുറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് നമുക്കിത് ലോക്ക് ചെയ്ത് വെക്കാം. ഇതിൻ്റെ സൈസ് ഒന്ന് കുറച്ച് കുറക്കാം. എന്നിട്ട് പൊസിഷൻ ഒപ്പാസിറ്റിയും കുറച്ച് കുറക്കാം. നമുക്ക് 25 കൊടുക്കാം. ഓക്കെ, ഒപ്പാസിറ്റിയും 25 കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ടൈറ്റിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ടെക്സ്റ്റ് സെലക്ട് ചെയ്തു. എന്നിട്ട് എഡിറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ മോട്ടിവേഷൻ പ്രോഗ്രാമിൻ്റെ ടൈറ്റിൽ പ്രോഗ്രസ് എന്നാണ്. നമ്മൾ പ്രോഗ്രസ് എന്നുള്ളതിൻ്റെ ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഓക്കെ കൊടുത്തു. എന്നിട്ട് സെൻറ്ററിൽ പോയിട്ട് സൈസ് ഒന്ന് കൂട്ടാണ്ട് ഫോണ്ട് സെലക്ട് ചെയ്തു. ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മോൺസറേറ്റ് എന്ന ഫോണ്ടാണ്. ഇതിൻ്റെ എടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ ഒന്ന് വലുതാക്കുകയാണ്. അതിനുശേഷം ഇത് കളർ കൊടുക്കാണ്ട് നമ്മളിതിന് ഗ്രേഡിയൻ്റ് കളറാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ കൊടുക്കുന്നില്ല. ടൈറ്റിൽ മൊത്തത്തിൽ ചെയ്തതിന് ശേഷം എന്നിട്ടിത് കോപ്പി കൊടുക്കുക. എന്നിട്ട് ബാക്കി പ്രോഗ്രസ് എന്നതിൻ്റെ ബാക്കി ടൈപ്പ് ചെയ്യുക. ഓക്കെ ചെയ്തിട്ട് ഗ്രിഡ് ഓൺ ആക്കുന്നുണ്ട്. നമ്മളിത് കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ അതേ ലൈനിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ്. എന്നിട്ടിത് അതിനനുസരിച്ച് കറക്റ്റ് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ,
ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഷേപ്പിൽ പോയിട്ട് സ്ക്വയർ സെലക്ട് ചെയ്തതിന് ശേഷം അതിന് കറക്റ്റ് നേരെ കൊടുക്കുക സ്ക്വയർ. ഓക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്ക്വയറിൻ്റെ വിഡ്ത്ത് ഇത്ര ഹൈറ്റ് ഇത്ര വേണ്ട, കുറച്ച് കുറക്കുന്നുണ്ട്. നമ്മളിതിൻ്റെ വലിപ്പം കുറച്ച് കൂട്ടുന്നുണ്ട്. സ്ക്വയറിൻ്റെ ഈ സ്ക്വയറിൻ്റെ കളറ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതിനെ നേരെ കൊടുത്തു. അത് നമുക്ക് തന്നെ ഒന്ന് സെൻറ്ററിലേക്ക് ചെയ്യാം. അവിടെ സ്ഥലമില്ല നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. സെൻറ്റർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ കറക്റ്റ് കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ ആദ്യത്തെ പോലെ തന്നെ നമുക്ക് ഇത്ര ഹൈറ്റ് കൊടുത്താൽ മതി ഇതിന്. ഓക്കെ, നമ്മുടെ ടൈറ്റിൽ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രോഗ്രസ് എന്ന് നമ്മളിത് സെലക്ട് ചെയ്യുക. എന്നിട്ട് മെർജ് ചെയ്യുക. ഇപ്പോൾ ടൈറ്റിൽ ശരിയായി. ടൈറ്റിലിന് കളർ കൊടുക്കണം. നമ്മളിതിനൊരു ഗ്രേഡിയൻ്റ് കളറാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കപ്പം ഗ്രേഡിയൻ്റ് കളറാണ് നോക്കുക. സെൻട്രലായിട്ട് അലൈൻ ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്തിട്ട് ഇവിടെ കളറിൽ പോയിട്ട് നമ്മൾ ഗ്രേഡിയൻ്റ് കളർ ക്ലിക്ക് ചെയ്യുക. എന്നാൽ നമ്മൾ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഡാർക്ക് കളർ, ഇവിടുന്ന് ഡാർക്ക് കളർ കൊടുക്കാനാണ്. അപ്പോൾ നമ്മുടെ ചിത്രത്തിലുള്ള കളറിനോട് സെയിം കൊടുക്കുമ്പോഴാണ് നമ്മുടെ പോസ്റ്റർ ഒന്നുകൂടി ഭംഗിയാവുക. നമ്മുടെ ഒരു പോസ്റ്ററിൽ 3-ലധികം കളർ നമ്മൾ ഉപയോഗിക്കരുത്, അപ്പോഴാണ് ഭംഗി. അതുപോലെ തന്നെ ഫോണ്ട് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫോണ്ടുകളും കുറേ ഫോണ്ടുകൾ ഉപയോഗിക്കരുത്. 2-3 ഫോണ്ടുകൾ മാത്രം ഉപയോഗിക്കുക. ടൈറ്റിലിനല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണ്ടുകൾ 3 ഫോണ്ടുകളിലേറെ നമ്മൾ ഉപയോഗിക്കരുത്. അപ്പോഴാണ് നമ്മുടെ പോസ്റ്ററിന് കൂടുതൽ ഭംഗി ഉണ്ടാവുക. നമ്മളിവിടെ കളർ സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. നമ്മുടെ അടുത്ത കളർ സെലക്ട് ചെയ്തതിന് ശേഷം കളർ പിക്കറിൽ പോയിട്ട് നമ്മൾ ഈ ലൈറ്റ് ബ്ലൂ സെലക്ട് ചെയ്തു, എന്നിട്ട് ഓക്കെ കൊടുത്തു. ഇപ്പോൾ ഒരു ഗ്രേഡിയൻ്റ് ആയിട്ടുണ്ടല്ലോ. ഓക്കെ കൊടുത്തപ്പോൾ അതിവിടെ അപ്ലൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടല്ലേ, ഇപ്പോൾ ഈ ഒരു ഡാർക്ക് എസ്സിലെത്തുമ്പോൾ അതൊരു ലൈറ്റ് കളറായിട്ട് പോയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടൈറ്റിൽ പ്രോഗ്രസ് എന്ന്. അടുത്തത് പോസ്റ്ററിൽ കാണുന്നത് പോലെ ടോൾക്ക് എന്ന് കൊടുത്തിട്ട് താഴെ അലക്സ് ഷാജി എന്നാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ടോക്കറുടെ പേര് അതാണ്. അപ്പോൾ നമുക്കത് ആഡ് ചെയ്യാം. അത് നമുക്ക് ആ ഐക്കൺ കൊണ്ടുവരാം. പ്ലസ് ഐക്കൺ ചെയ്യുക, ഫ്രം ഗാലറി കൊടുക്കുക. ഇത് നമ്മുടെ മൈക്രോഫോണിൻ്റെ ഐക്കണാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളതിനെ സെൻറ്ററിലാക്കിയിട്ട് അലൈൻ ചെയ്യുക. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഷേപ്പിൽ പോവുക, ഒപ്പാസിറ്റി കുറക്കുക. എന്നിട്ട് നമ്മൾ റൗണ്ടാണ് സെലക്ട് ചെയ്യേണ്ടത്. റൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം സ്ട്രോക്കിൽ പോവുക, സ്ട്രോക്ക് എടുത്ത് കൂട്ടുക. നമുക്ക് ഇവിടെ ഒരു 30 കൊടുക്കാം. അതിന് സൈസ് കൂട്ടുക. നമ്മുടെ മൈക്രോഫോണിന് ചുറ്റുമാണ് ഈ റൗണ്ട് വരേണ്ടത്. ഓക്കെ, മാഗ്നറ്റിക് ഓണാക്കിയ ശേഷം നമ്മളിതിനെ സെൻട്രലാക്കി വെക്കുക. അപ്പോൾ സെൻട്രലായിട്ടുണ്ട്. ഇതിൻ്റെ വിഡ്ത്ത് 30 കൊടുത്ത് സൈസ് കുറച്ച് കുറക്കാം. എന്നിട്ട് ഓക്കെ ചെയ്യുക. നമ്മൾ മൈക്രോഫോൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം സൈസ് കുറച്ചുകൂടി ഒന്ന് കുറക്കാം. നമ്മളൊരു 90 കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ സെൻട്രലായിട്ട് അലൈൻ ചെയ്തു. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് മെർജ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത ശേഷം മെർജ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, മെർജ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മളിതിനെ ചെറുതാക്കിയിട്ട് സൂം ചെയ്തിട്ട് കൊണ്ടുവരാം. എന്നിട്ട് നമ്മളിവിടെ കൊടുക്കുകയാണ്.
മാഗ്നറ്റിക് ഓഫൊക്കെയാണ്. നമ്മൾ പ്രോഗ്രസ്സിൻ്റെ താഴെ നമ്മളിതിനെ കൊണ്ടുവെക്കുകയാണ്. നമ്മളിതും കുറച്ചു. ഓക്കെ, അവിടെ നമുക്ക് ടോക്ക് എന്ന് ടൈപ്പ് ചെയ്യണം. നമ്മളുള്ള ക്യാപിറ്റലാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ചെയ്യുക. നമ്മളിവിടെ കൊണ്ടുവരിക, ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ഫോണ്ടാണ് ഉദ്ദേശിക്കുന്നത്. മോൺസ്റ്ററൈറ്റ് ഇതാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സൈസ് കുറച്ച് കുറക്കാം. നമ്മളൊരു 50 കൊടുക്കുകയാണ്. ഈ പ്രോഗ്രസ്സിൻ്റെ നേരെയാണ് നമ്മൾ ഐക്കൺ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നേരെ താഴെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ടോക്കിനെ കുറിച്ച് മൂവ് ചെയ്യാം. എന്നിട്ട് അതിന് കളറ് ബ്ലാക്ക് ആണ് കൊടുക്കുന്നത്. ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഐക്കണും നമ്മൾ ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. ടോക്കിന് ഓരോ അക്ഷരങ്ങൾ തമ്മിലുള്ള സ്പേസ് നമ്മൾ കൂട്ടി കൊടുക്കുകയാണ്. ഒരു ഭംഗിക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മളിവിടെ ഒരു 15 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ താഴെ നമ്മുടെ അലക്സ് ഷാജി എന്ന പേര്, നമ്മുടെ ടോക്കണ പേര് കൊടുക്കുകയാണ്. നേരെ താഴെ തന്നെ കൊടുക്കുകയാണ്. സൈസ് കുറച്ച് കുറക്കാം. ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആനഗി എന്ന ഫോണ്ടാണ്. ഫോണ്ടുകളുടെ ഫയലൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. 4000 ഫോണ്ട് പാക്കുള്ള ഒരു ഫയലൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മുടെ മുമ്പുള്ള എപ്പിസോഡ് 3 എൻ്റെ ഓർമ്മ, അതിൽ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ ആവശ്യക്കാർക്ക് പോയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ടെലഗ്രാം ചാനൽ സന്ദർശിച്ചാൽ ഒട്ടേറെ ഫോണ്ടുകളുടെ ഫയലുകൾ നമ്മൾ അവിടെയും കൊടുത്തിട്ടുണ്ട്. ആവശ്യക്കാർക്ക് അവിടെ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ അനഗി എന്ന ഫോണ്ടാണ് സെലക്ട് ചെയ്യുന്നത്. നമുക്ക് ഈ ഫോണ്ട് സെലക്ട് ചെയ്യാം. ഓക്കെ അടിക്കാം. ഇതിൻ്റെ സൈസ് നമ്മൾ ഇത്ര തന്നെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഓക്കെ ആക്കാം. ഇനി നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പൊസിഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇദ്ദേഹം ഒരു സംഘടനയെ ബേസ് ചെയ്ത് ഉള്ള ഒരു കരിയർ കൗൺസിലറാണ്. അപ്പോൾ നമുക്കൊരു സംഘടനയുടെ പേര് കൊടുക്കാം. അത് നമ്മൾ ബ്രാക്കറ്റിലാക്കണം. ഓക്കെ, ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. തിന്നായിട്ടുള്ളൊരു ഫോണ്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. സൈസ് കുറച്ചുകൂടി കുറക്കാം. ഓക്കെ, നമ്മൾ പൊസിഷൻ കുറച്ച് അതിന് നേരെ തന്നെ കൊടുക്കണം. അപ്പം അതിനനുസരിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി അടുപ്പിക്കണം. ഓക്കെ, അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് എവിടേക്കാണ് നമ്മുടെ പ്രോഗ്രാം എവിടെയാണ് നടക്കുന്നത് എന്ന് കൊടുക്കണം. അപ്പം സംസാരിക്കുന്നത് ആരാ, പരിപാടി എന്തെന്ന് പറഞ്ഞു. ഇനി അത് എവിടെ നടക്കുന്നത് നമ്മൾ കൊടുക്കണം. അടുത്ത സ്ഥലം. അപ്പം അതിന് ശേഷം നമ്മൾ പോസ്റ്റിൽ കാണുന്നത് പോലെ ഒരു ലൈൻ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി നമ്മൾ ഇവിടെ ഇതാണ് നമ്മൾ കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഓക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഫോണ്ടിൽ പോയിട്ട്
ഒരു തിന്നായിട്ടുള്ള ഫോണ്ട് സെലക്ട് ചെയ്യുക. ഇത് ഓക്കെയാണ്, ഇത് കൊടുക്കാം. എന്നിട്ട് നമ്മളിതിൻ്റെ സൈസ് കൊടുക്കുകയാണ്. നമുക്ക് ഇത്ര ആവശ്യമുള്ളത് നമുക്കിവിടെ ഇത്ര ആവശ്യമുള്ളൂ. ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടി ഒഴിവാക്കാനുണ്ട്. ഓക്കെ, അതും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് സ്ഥലം ടൈപ്പ് ചെയ്ത് കൊടുക്കലാണ്. സ്ഥലം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇല്ലാത്തൊരു സ്ഥലവും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു മോഡലാണല്ലോ ചെയ്യുന്നത്, അപ്പം അതിനനുസരിച്ച് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം ആദ്യം. എന്നിട്ടാണ് നമ്മൾ അലൈൻ ചെയ്യേണ്ടത്. ഈ ഫോണ്ടിൻ്റെ തന്നെ കുറച്ച് ബോൾഡായിട്ടുള്ള ഒരു ഫോണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അത് നമ്മൾ ഓക്കെ കൊടുക്കുക, സൈസ് കുറക്കുക. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ ടൈമും ഡേറ്റൊക്കെയാണ്. അപ്പോൾ അത് നമുക്ക് പോസ്റ്ററിലുള്ളതുപോലെ തന്നെ ചെയ്യാം. അതിനായിട്ട് നമ്മൾ ആദ്യം ഇത് കോപ്പി ചെയ്തിട്ടുണ്ട്. നമ്മളിതിനെ ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മുടെ ഗ്രിഡിൽ പോയിട്ട് കസ്റ്റം ചെയ്തതിന് ശേഷം നമ്മളിത് സെലക്ട് കറക്റ്റ് കൊടുക്കേണ്ടതുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിനെ കറക്റ്റായി കൊടുക്കുക. ഗ്രിഡ് ഓഫ് ആക്കാണ്. എന്നിട്ട് നമ്മൾ പൊസിഷൻ കറക്റ്റാക്കി കൊടുക്കുക. ഇതിൻ്റെ സൈസ് കുറയ്ക്കേണ്ടതുണ്ട്. മോസ്റ്റൊക്കെ ഓക്കെ ആണെന്ന് തോന്നുന്നു. അത് ചെയ്യുമ്പോൾ കറക്റ്റ് നമുക്ക് ചെയ്യാം. ഓക്കെ, പെട്ടെന്ന് ചെയ്തു പോവുകയാണ്. നമുക്ക് ഡേറ്റ് കൊടുക്കാം. കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വർഷം, അതിൻ്റെ ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. കുറച്ച് കട്ടി കുറഞ്ഞ ഫോണ്ടാണ് നമ്മൾ ആദ്യം കൊടുത്തത്. നമ്മുടെ വർഷത്തിന് നമ്മൾ ചെയ്ത് നമുക്ക് ചെറുതായിട്ട് കൊടുക്കാം. ഓക്കെ, പൊസിഷൻ കറക്റ്റാക്കി കൊടുക്കുക. നമുക്ക് നമ്മുടെ മാസവും തീയതിയും അതും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് കോപ്പി ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നമ്മൾ ബോൾഡാക്കിയിട്ട്, ഫോണ്ട് ബോൾഡായിട്ടാണ് കൊടുക്കുന്നത്. അതേ ഫോണ്ട് തന്നെ കുറച്ച് ബോൾഡായിട്ട് കൊടുക്കാം. ബോൾഡായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ദിവസവും അതുപോലെ തന്നെ പരിപാടി നടക്കുന്ന സമയവും നമ്മൾ കൊടുക്കുകയാണ്. പൊസിഷൻ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഏകദേശം കറക്റ്റായിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ സമയമാണ്. ഇനി നമ്മളിപ്പോൾ ഡേറ്റും സ്ഥലമൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു ഡിസൈൻ കൂടി കൊടുക്കാം. താഴെ ഡേറ്റിൻ്റെ താഴെ നമ്മൾ ഷേപ്പ് സെലക്ട് ചെയ്യുക, ഗ്രിഡ് ഓൺ ആക്കുക. എന്നിട്ട് ഓക്കെ ചെയ്യുക. എന്നിട്ട് കളറ് അത് നമ്മൾ സെൻറ്ററിൽ ചെയ്തതിന് ശേഷം നമ്മളിതിനൊക്കെ ഒരു ഗ്രേഡിയൻ്റ് കളർ കൊടുക്കുക.
നേരത്തെ ഗ്രേഡിയൻ്റ് തന്നെ കൊടുത്താൽ മതി. എന്നതിന് ശേഷം കോപ്പി എടുക്കുക, താഴെ കൊണ്ടുവരിക. ഇതിനെ തന്നെ നമ്മൾ കുറച്ച് ഇങ്ങനെ കൊടുക്കുക, അങ്ങനെ നമ്മൾ വയ്ക്കുക. എന്നിട്ട് ഇതിന് നമ്മൾ കളറ് കുറച്ച് ഡാർക്ക് തന്നെ കൊടുക്കും. ഇതിനെ നേരത്തെ എടുത്ത ഡാർക്ക് തന്നെ കൊടുത്തു. ഈ ഷേപ്പ് നമ്മൾ എന്താ ചെയ്യുക, മെർജ് ചെയ്യുക, ഈ രണ്ട് ഷേപ്പ്. എന്നിട്ട് നമ്മളിതിനെ ഇങ്ങനെ എടുത്തിട്ട് താഴെ കുറച്ചും കൂടെ ഒന്ന് ഭംഗിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി നമ്മളിത് പരിപാടി നടത്തുന്ന സംഘടന നമുക്ക് താഴെ കൊടുക്കാം. നമ്മൾ പരിപാടി നടത്തുന്നത് ആരാണ്? അഹ്റാദ് ഡിസൈനാണ്. അഹ്റാദ് ഡിസൈൻ കൊടുക്കണം. ഇതിനെ കുറച്ച് ബോൾഡായിട്ട് കൊടുക്കണം. ഓക്കെ, ചെയ്തു. സൈസ് നമ്മൾ വലിയ സൈസിലൊന്നും കൊടുക്കരുത്. ഇതൊക്കെ കുറച്ച് ചെറിയ സൈസിൽ കൊടുത്താൽ മതി. നമ്മൾ 30 കൊടുത്തു. നമ്മളിതിനെ സെൻട്രലായിട്ട് വെച്ചു. താഴെ ഡീറ്റെയിൽസാണ് ആ സംഘടനയുടെ. ചെയ്ത് കുറക്കുക. നമ്മളൊരു 25 കൊടുക്കുകയാണ്. സെൻട്രലായിട്ട് അലൈൻ ചെയ്യാം. ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ബോൾഡ് കൊടുക്കരുത്. നേരത്തെ നമ്മൾ ബോൾഡ് കൊടുത്ത പോലെ ഇതിന് ബോൾഡ് കൊടുക്കരുത്. അത്യാവശ്യം ഒരു തിന്നായിട്ടുള്ള ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം സെൻട്രലായിട്ട് അലൈൻ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അതും ഓക്കെ ആയിട്ടുണ്ട്. എന്നാലും നമ്മുടെ പോസ്റ്ററിൽ ഇവിടെയൊക്കെ കുറേ ഭാഗത്ത് സൈഡിലൊക്കെ കുറച്ചൊരു വ്യൂ ഉണ്ട്. അതിനെ നമുക്ക് എങ്ങനെ ഫിൽ ചെയ്യാൻ നോക്കാം. നമ്മൾ ഷേപ്പിൽ പോയിട്ട് റൗണ്ട് എടുത്തു. എന്നിട്ട് ഇതിൻ്റെ കളർ നമ്മൾ ബ്ലാക്കാണ് കൊടുക്കുന്നത്. എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാകും. നമ്മൾ ബ്ലാക്ക് കൊടുത്തു. എന്നിട്ട് നമ്മളിതിനെ ഓക്കെ ചെയ്തതിന് ശേഷം നമ്മളിതിനെ സെൻട്രലായിട്ട് വെച്ചു. എന്നിട്ട് നമ്മളിതിനെ കോപ്പി എടുത്തു. വീണ്ടും ഇതിന് കളർ വൈറ്റാണ് കൊടുക്കുന്നത്. നമ്മൾ ഈ റൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം സെൻട്രലായിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ രണ്ടിനെയും മെർജ് ചെയ്യുക. ഓക്കെ, മെർജ് ആയിട്ടുണ്ട്. നമ്മളിവിടെ പോയിട്ട് എറേസ് കളർ എന്നുള്ളതിൽ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഉണ്ടല്ലോ വൈറ്റ് ആയതുകൊണ്ട് അത് നമ്മളിത് സാധാരണ പിക്ക് ചെയ്ത് കൊടുക്കണം. വൈറ്റ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കളറ് ഓക്കെ ചെയ്തതിന് ശേഷം നമ്മൾ വൈറ്റാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നതെങ്കിൽ വൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് കൂട്ടി കൊടുക്കുക. അപ്പം കൂടുതൽ ക്ലിയറായിട്ട് കളർ റിമൂവ് അതിന് ശേഷം നമുക്ക് കൊടുക്കേണ്ടത് ആ കളറല്ല. അപ്പോൾ അത് നമ്മൾ ഇവിടെ പോയിട്ട് നമുക്ക് ഇളം കളർ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒപ്പാസിറ്റി കുറച്ച് കൊടുക്കുക. ഒരു 25 കൊടുക്കാം. നമ്മളിതിനെ കോപ്പി എടുക്കുക. ഇവിടെ വെച്ച് കൊടുക്കുക. അത്യാവശ്യം നമ്മുടെ പോസ്റ്റർ പൂർത്തിയായിട്ടുണ്ട്. നമ്മൾ ഫോണ്ടുകൾ ഉപയോഗിക്കുമ്പോഴും അതുപോലെ തന്നെ കളർ ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം 3-ലധികം കളറുകളും 3-ലധികം ഫോണ്ടുകളും ഉപയോഗിക്കാതിരിക്കുക. അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമ്മുടെ പോസ്റ്ററിലൊക്കെ കൂടുതൽ അടിപൊളിയാവും. നമ്മൾ ഓരോ വലിയ വലിയ ഡിസൈനേഴ്സൊക്കെ ചെയ്ത മോഡലുകളൊക്കെ നോക്കുക. എന്നിട്ട് അതുപോലെ ചെയ്ത് നോക്കുക. അതുപോലെ ചെയ്ത് പഠിക്കുമ്പോൾ തന്നെ കൂടുതൽ പോസ്റ്ററുകളൊക്കെ അടിപൊളിയാകും. നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ കുറേ ഡിസൈൻ ട്രെൻഡുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന നമ്മൾ വെബ്സൈറ്റുകളൊക്കെ പറഞ്ഞിരുന്നു. അത്തരം വെബ്സൈറ്റുകളൊക്കെ പോയിട്ട് സന്ദർശിക്കുക. എന്നിട്ട് നല്ല പോസ്റ്റർ ഡിസൈനുകളൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് നമ്മുടെ എല്ലാ കാലത്തും ഒരേ ഡിസൈൻ ആവില്ല. കാലം മാറുന്നതിനനുസരിച്ച് ഡിസൈനിൻ്റെ ഭാവവും രൂപമൊക്കെ മാറും. അതിനനുസരിച്ച് നമ്മളുടെ ഡിസൈനിൻ്റെ
രൂപവും നമ്മൾ മാറ്റണം. അപ്പോഴാണ് കൂടുതൽ നമ്മുടെ പോസ്റ്ററുകളൊക്കെ ഉഷാറാവുക. പണ്ടത്തെ മോഡൽ ഇപ്പോൾ പോസ്റ്റർ ഡിസൈൻ ചെയ്തിട്ട് കാര്യമുണ്ടാവില്ല. ഇപ്പോഴത്തെ ഡിസൈന് ഓരോ കാലത്തും ഓരോ ട്രെൻഡായിരിക്കും. അതിനനുസരിച്ച് നമ്മൾ മാറണം. നമ്മളും അപ്ഡേറ്റ് ആവുന്നതിനനുസരിച്ച് നമ്മുടെ ഡിസൈനിന് വാല്യൂ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ കൂടുതൽ പറയുന്നില്ല. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം, കമൻറ്റും ചെയ്യണം. ആരും കമൻറ്റ് ചെയ്യുന്നില്ല, ലൈക്കും നമ്മുടെ വീഡിയോക്ക് കുറവാണ്. അതൊക്കെ എല്ലാവരും ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.